നമസ്കാരം. പശ്ചിമേഷ്യയെ മുൾമുനയിൽ നിർത്തിയ യുദ്ധം അതിരൂക്ഷമായി തുടരുന്നതിനിടെ ഇസ്രയേലിൽ വീണ്ടും ആക്രമണവുമായി ഇറാൻ. ഇസ്രയേലിലെ നിരവധി പ്രദേശങ്ങൾ ലക്ഷ്യം വെച്ച് ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ ഘടിപ്പിച്ച മിസൈൽ ആക്രമണം നടത്തി. ആക്രമണത്തിൽ തെല്ലവീവിൽ മാത്രം 17 പേർക്ക് പരിക്കേറ്റുവെന്നാണ് വിവരം. സംഘർഷത്തിൽ 24 മണിക്കൂറിനിടെ ഇസ്രയേലിൽ 250-ലേറെ പേർക്ക് പരിക്കേറ്റുവെന്ന് ഇസ്രയേൽ സ്ഥിരീകരിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇസ്രയേലിന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളുള്ള ഡിമോണ, അറാദ് എന്നിവിടങ്ങളിലായിരുന്നു പ്രധാന ആക്രമണം. അതേസമയം ഇറാന്റെ ഏറ്റവും പുതിയ തിരിച്ചടിയിൽ ഇസ്രയേലിൽ 1000-ഓളം വീടുകൾ തകർന്നു വീഴുകയും ചെയ്തിട്ടുണ്ട്. യുദ്ധത്തിൽ തങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങളിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് 10,000-ലേറെ പേർ ഭരണകൂടത്തിന് അപേക്ഷ നൽകി. പ്രദേശത്ത് സംഘർഷാവസ്ഥ തുടരുന്നതിനാൽ ഇന്നലെ മുതൽ വീടുകളിൽ നിന്ന് 200-ഓളം പേരെ ഒഴിപ്പിച്ചിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് തുറന്നുകൊടുത്തില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ തകർക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനത്തിന് പിന്നാലെ കടുത്ത പ്രത്യാക്രമണ മുന്നറിയിപ്പുമായി ഇറാൻ നേരത്തെ രംഗത്ത് വന്നതാണ്. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയും സഖ്യകക്ഷികളുടെ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിടുമെന്നായിരുന്നു ഇറാന്റെ ഭീഷണി. പിന്നാലെയാണ് ആക്രമണം കടുപ്പിച്ചത്. 48 മണിക്കൂറിനുള്ളിൽ അനുകൂലമായ നടപടി ഉണ്ടായില്ലെങ്കിൽ ഇറാന്റെ പവർ പ്ലാന്റുകൾ നാമാവശേഷമാക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. എന്നാൽ ഇറാനിൽ നിന്നും മാത്രം സംയമനം പ്രതീക്ഷിക്കേണ്ടെന്ന് വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഖായി വ്യക്തമാക്കി. സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതിനിടെ ഇറാന്റെ മിസൈൽ വർഷത്തിന് മറുപടിയായി ടെഹ്റാനിൽ കനത്ത വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രയേൽ. ഉർമിയയിലെ ജനവാസ മേഖലയിലാണ് ആക്രമണമുണ്ടായത്. പാർപ്പിട സമുച്ചയങ്ങൾ തകർന്നു വീണതോടെ ആളുകൾ അവശിഷ്ടങ്ങൾക്കടിയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ടെഹ്റാനിലും പുലർച്ചെ ഇസ്രയേലിന്റെ ആക്രമണമുണ്ടായി. മധ്യ തെക്കൻ കിഴക്കൻ ടെഹ്റാനിലെ വിവിധ പ്രദേശങ്ങളിലാണ് ആക്രമണമുണ്ടായത്. വ്യോമ പ്രതിരോധം കാര്യക്ഷമമാണെന്ന് ഇറാൻ സൈന്യം അറിയിച്ചു. തെക്കൻ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിലെ റേഡിയോ സ്റ്റേഷന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായും ഒരാൾക്ക് പരിക്കേറ്റതായും മെഹർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. അതേസമയം റേഡിയോ പ്രക്ഷേപണം മുടക്കമില്ലാതെ നടക്കുന്നുണ്ടെന്ന് പേർഷ്യൻ ഗൾഫ് സെൻട്രൽ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അറിയിച്ചു. ആക്രമണം കനക്കുന്നതിനിടെ ഇറാന്റെ തെക്കുകിഴക്കൻ നഗരമായ കെർമനിയിൽ ജനങ്ങൾ അമേരിക്കയ്ക്കും ഇസ്രയേലിനും നേരെ തെരുവിലിറങ്ങി. പരമോന്നത നേതാവ് മുസ്തഫ ഖമീനിയുടെ ചിത്രങ്ങളുമേന്തിയാണ് ജനക്കൂട്ടം തെരുവിലിറങ്ങിയത്. തെക്കൻ ഖൊറസാൻ പ്രവിശ്യയിലും പടിഞ്ഞാറൻ അസർബൈജാനും അടുത്തുള്ള ഉർമിയയിലും തുർക്കി ഇറാഖ് അതിർത്തികളിലും വലിയ പ്രതിഷേധം നടന്നതായ റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇറാൻ യൂറോപ്പിനാകെ ഭീഷണിയാണെന്നും ആക്രമണം തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എക്സിൽ കുറിച്ചു. സംസ്കാരങ്ങൾക്കും സ്വതന്ത്ര ലോകത്തിനും തങ്ങൾ ഭീഷണിയാണെന്ന് ഇറാൻ ആവർത്തിച്ച് തെളിയിക്കുകയാണ്. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഭീഷണി ഉയർത്തുന്നു. ഇസ്രയേലും US പൂർവാധികം ശക്തിയോടെ ഖമനി ഭരണകൂടത്തിനെതിരെ ആക്രമണം തുടരുമെന്നായിരുന്നു നെതന്യാഹുവിന്റെ കുറിപ്പ്. ഇറാൻ കനത്ത നാശം വിതച്ച ഡിമോണയിലെത്തി ജനങ്ങളെ നെതന്യാഹു സന്ദർശിച്ചു. ഇറാൻ ലോകത്തിന് തന്നെ ഭീഷണിയാണെന്നതിന് ആർക്കെങ്കിലും കൂടുതൽ തെളിവുകൾ ആവശ്യമുണ്ടോ? കഴിഞ്ഞ 48 മണിക്കൂറുടെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് മേലെയാണ് അവരുടെ മിസൈലുകൾ വീണത്. കുട്ടികളുടെ നഴ്സറി, വയോജന മന്ദിരം, കുടുംബങ്ങൾ ഒന്നും ഇറാൻ വെറുതെ വിട്ടില്ല. രാജ്യാന്തര സമൂഹം വിലക്കേർപ്പെടുത്തിയ ക്ലസ്റ്റർ ബോംബുകളാണ് ഇറാൻ വർഷിച്ചത്. ഇതായിരുന്നു നെതന്യാഹുവിന്റെ ആരോപണം. ജെറൂസലേമിനെ പോലും ഇറാൻ വെറുതെ വിട്ടില്ലെന്നും വിശുദ്ധ നഗരത്തിന് നേരെ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവെന്നും 4000 കിലോമീറ്റർ അകലെയുള്ള ഡീഗോ ഗാർഷിയയിലേക്കും മിസൈൽ അയച്ചുവെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു.